ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം രാവിലെ വെളുപ്പിന് 2:30 മണിയാണ്. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ശരിക്കും ട്രിപ്പ് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രിപ്പുകളൊന്നും നടക്കാറില്ല. എല്ലാം ഓൺ ദ സ്പോട്ട് പ്ലാനിങ് ആണ്. വലിയ പ്ലാനിങ് ഒന്നുമില്ല. പെട്ടെന്ന് വെക്കേഷൻ വന്നു, 2 ദിവസത്തിനുള്ളിൽ തന്നെ ജസ്റ്റ് ഒന്ന് എങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞു. കൊടൈക്കനാൽ ഒരു ഓപ്ഷൻ വന്നു. അങ്ങനെ കൊടൈക്കനാലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കല്യാണി നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ കല്യാണീനെയൊക്കെ എടുത്തു, ഞാനും റെഡിയായി ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ വീടൊക്കെ പൂട്ടി ഇറങ്ങാനായിട്ട് നിൽക്കുവാണ്. ശരിക്കും എനിക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമുള്ളതല്ല. പിന്നെ ട്രാഫിക്ക് കുറവും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ദീപേഷിന് നൈറ്റ് ഡ്രൈവാണ് ഏറ്റവും സുഖം. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും എവിടെയെങ്കിലും പോകുമ്പോൾ നൈറ്റ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ കല്യാണി എണീറ്റിട്ടേ ഇല്ല, നല്ല ഉറക്കത്തിലാണ്. ഞാൻ കല്യാണിക്ക് ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തിട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്ലാസും കാര്യങ്ങളും ഒക്കെ ഇവർ ക്ലീൻ ചെയ്യുമായിരുന്നു. പൊടിയൊക്കെ ഇരുന്നതെല്ലാം തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെക്കുകയായിരുന്നു. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നായിരുന്നു എൻ്റെ ധാരണ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ എവിടെയൊക്കെ എത്രയൊക്കെ എടുത്തു വെച്ചാലും ചിലതൊക്കെ മറക്കുമല്ലോ. അതുപോലെ ഞാൻ കല്യാണിയുടെ ബോട്ടിലോ എന്തോ സംഭവങ്ങളൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണനും ഒക്കെ എണീറ്റ് റെഡിയായി. അപ്പോൾ ഈ വെളുപ്പിന് 12 മണിക്ക് വെളുപ്പിന് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും 2:30 മണിയായി. എല്ലാവരും ഉറങ്ങിപ്പോയി. പിന്നെ ഡയറക്ഷനൊക്കെ പിടിച്ചു വെച്ചു. കൊടൈക്കനാലിലേക്ക് ഇവിടുന്ന് ഏകദേശം 7 hours ഡ്രൈവ് ഉണ്ട്. നമ്മൾ രാവിലെ 10:30-11 മണി ആവും അങ്ങ് എത്തുമ്പോഴത്തേക്കെന്നാണ് മാപ്പ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും സമയം അങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിക്കൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാര്യം രാവിലെ ചായ ഒന്നും വീട്ടിൽ നിന്ന് കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊരു കടയിൽ നിർത്തി ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും യാത്ര അങ്ങ് തുടങ്ങി കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാമായിരുന്നു. ഉറങ്ങാതിരുന്നാൽ മാത്രം മതി. രാത്രി ഡ്രൈവിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമുക്ക് ഉറക്കം വന്നു കഴിഞ്ഞാലാണ് പണി കിട്ടുന്നത്. അല്ലാതെ റോഡും ട്രാഫിക്കും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളല്ല. പെട്ടെന്ന് നമുക്ക് പറഞ്ഞ സമയത്തിന് മുമ്പേ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ മൂകമാണ്, പാട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിന് വർത്താനം പറച്ചിലും കാര്യങ്ങളും. പക്ഷേ എനിക്ക് രാത്രി ഉറങ്ങിയില്ലെങ്കിലും എനിക്ക് ഇരുന്നാലും ഞാൻ ഉറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ എരുമേലി എത്തി കേട്ടോ. ഞങ്ങൾ മിക്കവാറും ഈ സീസണിൽ പോകുമ്പോൾ എരുമേലിക്ക് പോകുന്ന സമയത്തൊക്കെ ഈ പേട്ടതുള്ളൽ ഇവിടെ കാണാറുണ്ട് കേട്ടോ. എരുമേലിയിൽ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായി. നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഒരുപാട് പേര് ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് മലയ്ക്ക് വരുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിട്ടോ ഈ സമയത്തൊക്കെ എങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുന്നത്. ചിലപ്പോൾ വല്ല വന്യമൃഗങ്ങളോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അവർ, പക്ഷെ അതൊന്നും ആലോചിക്കാതെ അയ്യപ്പൻ്റെ അടുത്ത് എത്താനുള്ളൊരു ത്വര കാരണം അവരിങ്ങനെ നടന്നു വരുവാണ്. പേട്ടതുള്ളലിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് നമ്മുടെ വാവരുപള്ളി ഉള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു വാവരുപള്ളിയിലും അവിടെയുള്ള അമ്പലത്തിലും കയറിയിട്ടാണ് നമ്മൾ അയ്യപ്പന്മാർ പമ്പയിലേക്ക് പോകുന്നത്. പേട്ടതുള്ളലിൽ കൂടുതലും എനിക്ക് തോന്നുന്നു തമിഴിൽ നിന്ന് വരുന്ന തമിഴന്മാരാണ് കൂടുതലും പേട്ടതുള്ളൽ കാണുന്നത് കേട്ടോ. മലയാളികൾ പൊതുവെ കുറവായിരുന്നു. ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിരുന്നു, നല്ല തിരക്കും ഉണ്ടായിരുന്നു. എന്തോ ഈ സൈഡിൽ, അതായത് ഈ കാണുന്നതാണ് വാവരുപള്ളി, അതിൻ്റെ ഇപ്പുറത്താണ് അമ്പലം ഉള്ളത് കേട്ടോ. അപ്പം അതെല്ലാം കണ്ട് ഞങ്ങളൊരു സാക്ഷാത്കാരം, എന്താണ് ഈ കുറേ അയ്യപ്പന്മാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതാണ് വാവരുപള്ളി കേട്ടോ. വാവരുപള്ളിയുടെ മുമ്പിലും അയ്യപ്പന്മാർ കയറി പ്രദക്ഷിണം വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു പമ്പയിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും യാത്ര തുടങ്ങി അങ്ങ് മുമ്പോട്ട് പോകുന്നു. നേരം കുറച്ച് വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ചെല്ലുന്തോറും ബോർഡർ എത്താറാവുന്നുണ്ട്. കമ്പം തേനി ആ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഈ കമ്പം തേനി ഭാഗങ്ങളിലാണ് ഈ മുന്തിരിത്തോപ്പും അങ്ങനെയൊക്കെയുള്ള കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പം കമ്പം തേനി എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഏകദേശം ഒക്കെ നേരം വെളുത്തു. ഇനി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിയിലിരുന്നാണ് ഈ ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ബുക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ തിരക്കിലാണ്. അതിനിടയ്ക്ക് പറ്റുന്ന സ്റ്റില് വീഡിയോസാണ് എടുക്കുന്നത്. കാര്യം ഭയങ്കര തിരക്കായിരുന്നു. ഈ ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഈ ബോർഡറിന് മുമ്പ് നമ്മൾ ഈ പാസ് എന്ന് പറഞ്ഞിട്ട് കൊടൈക്കനാലിന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പാസ് എടുക്കണം. അത് നമ്മൾ അവിടെ നിർത്തിയാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. അപ്പോൾ വണ്ടിയിലിരുന്ന് തന്നെ ഞാനൊരു ഒരു ഹോട്ടലല്ല, ഒരുപാട് ഹോട്ടലിലേക്ക് വിളിച്ചതിന് ശേഷമാണ് നമുക്ക് റൂം സെറ്റായത്. അതും നല്ല തിരക്കായിരുന്നു.
ഒരുപാട് സ്ഥലത്ത് ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മൾ നേരത്തെ ഇങ്ങനെ യാത്രയ്ക്കിടയിൽ ബുക്ക് ചെയ്യാൻ നിൽക്കാതെ നമ്മൾ അതിന് മുന്നേ ബുക്ക് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് വേണം റൂം എടുക്കാൻ. ഞങ്ങളുടെ യാത്രകളിൽ കൂടുതലും ഞങ്ങൾ ഈ പോകുന്നതിനിടയ്ക്കാണ് ഈ ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. കാരണം ശടപടയെന്നാണ് ഈ ട്രിപ്പൊക്കെ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇവരിങ്ങനെ മുകളിൽ ഇങ്ങനത്തെ റൂമാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. വേറെ സിംഗിൾ റൂമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള റൂമാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞിട്ട് കൊടൈക്കനാലുള്ള ഒരു സ്ഥലത്തേക്ക് പോയി കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 11-12 മണിയായി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ നടക്കുന്നതാണ്. ഇങ്ങനെ പോയിട്ട് സൈഡ് വ്യൂ ആണ് അവിടെ ഉള്ളത്, അല്ലാതെ കൂടുതൽ വേറെ ഒന്നും ഇല്ല. പിന്നെ നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. രാത്രിയൊക്കെ നല്ല കോടയും കാര്യങ്ങളൊക്കെയാണ്. 7 മണിയൊക്കെ ആയാൽ ഭയങ്കര കോടയെന്ന് പറയാം. അതിനിടയ്ക്കാണ് ഞാൻ ഇത് കണ്ടത്. ഇത് ഞങ്ങളുടെ പഴയ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ 90s കിഡ്സിന് അറിയാമായിരിക്കും ഇതുപോലുള്ള പഴയ മിഠായികളുണ്ടല്ലോ. അതെല്ലാം എൻ്റെ അറിവിലുള്ള എല്ലാ മിഠായിസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, പക്ഷേ എല്ലാം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. നല്ല വിലയാണ് കേട്ടോ. ഇതുപോലെ 1-2 എണ്ണം ഉള്ളതിന് 30-40 രൂപയൊക്കെയാണ് അവർ മേടിക്കുന്നത്. അതിന് കുറച്ച് കൊതിയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം ഇതാണ് അവിടെ നിന്നുള്ള വ്യൂസ് എന്ന് പറയുന്നത്. കുറേ ദൂരമൊന്നും ഈ കല്യാണിയങ്ങ് എടുത്തുകൊണ്ട് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലേക്കിലേക്ക് പോയി. ബോട്ടിങ്ങിന് ഞാനും കല്യാണിയും പോയില്ല, കാര്യം എനിക്ക് പേടിയാണ് കല്യാണിയും കൊണ്ട് ബോട്ടിങ്ങിന് പോകാനായിട്ട്. ദീപേഷും കണ്ണനും കൂടെ ബോട്ടിങ്ങിന് പോയി. അതിനുശേഷം ഞാൻ ഈ കടയിൽ വന്നിട്ട് ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. എനിക്ക് ഊട്ടിയിൽ പോയപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ വന്നപ്പോൾ അത് കുടിച്ചത്, പക്ഷേ ഫ്ലോപ്പായിപ്പോയി. അതിനുശേഷം നൈറ്റ് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചെറിയ മഴ പൊടിയാൻ തുടങ്ങി കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു. അപ്പം നെക്സ്റ്റ് വിശേഷങ്ങളെല്ലാം അടുത്ത പാർട്ട് 2 ആയിട്ട് കൊടൈക്കനാലിലെ വിശേഷങ്ങൾ ഇടാം. ഗുണ കേവിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോയത് നെക്സ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ